ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വൈകുന്നേര കാഴ്ചകളൊന്ന് കണ്ടാലോ? ഇപ്പം മഴയൊക്കെ തോർന്നു നിൽക്കുന്നൊരു സമയമാണ്. അത് നോക്കി ഞാൻ കയറിയതാണ്. മഴയുള്ള എന്നും ഒന്നും ഞാൻ ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ അത്യാവശ്യം പറിക്കാനുള്ളതൊക്കെ നോക്കി ഞാൻ ഓരോന്നും പറിച്ചെടുക്കുകയാണ്. ഇത് പാവലാണ്. എല്ലാത്തിനും ഒന്നും ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല. മുകളിൽ വന്ന് ഈച്ച കുത്തുകയില്ല എന്നൊരു വിശ്വാസം, അതുകൊണ്ടാണ്. എന്നാൽ ചിലതിനൊക്കെ കൊടുത്തിട്ടുണ്ട് താനും. ഇത് പയറാണ്. ഇതിന് വലിയ നീളമൊന്നും വയ്ക്കാത്ത ടൈപ്പ് ഒരു പയറാണ്. പലതും മൂത്ത് പോയി, എങ്കിലും കിട്ടിയ പയറൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നും വരാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനെ മൂത്ത് പോയത്. പിന്നെ ഈ കാണുന്ന വലിയ കായ ആകാശവളരിയാണ്. സത്യം പറഞ്ഞാൽ പാവയ്ക്ക ഞാൻ ആദ്യമായിട്ടാണ് നട്ടുപിടിപ്പിക്കുന്നത്. എങ്കിലും കായകളൊക്കെ എനിക്ക് നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും പറിക്കാറായിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല. ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ് പറിക്കാറായിട്ടില്ലെന്ന്. മഴയത്ത് പേപ്പർ ഇട്ട് കൊടുത്തതൊക്കെ അവിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളരിക്ക അറിയാമല്ലോ, മൂത്ത് നിൽക്കുകയാണ്. ഇതും പറിച്ചെടുക്കണം. എന്താ ഭംഗി നിൽക്കുന്നത് കാണാനല്ലേ. പിന്നെ എൻ്റെ പയറിലെല്ലാം മുഞ്ഞ കയറി പിടിച്ചിട്ടുണ്ട്. ഇതിനെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൊത്തം അങ്ങ് പെറ്റ് പെരുകിയേക്കുവാണ്. പിന്നെ ഇത് കുക്കുംബറാണ്. എൻ്റെ എല്ലാ കുക്കുംബറും ഇതേ ഷേപ്പായിരിക്കും എപ്പോഴും, വളഞ്ഞു കുത്തി. പിന്നെ ഇതൊക്കെ എൻ്റെ പച്ചമുളക് പൂവിട്ട് തുടങ്ങിയതാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. വെള്ളരിക്കായുടെ ചെറുപ്രായമാണിത്. കുറച്ച് കായകളൊക്കെ അതിലും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കത്രിക്കയാണ്. അതും കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ തക്കാളി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ പൂച്ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേലും എല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓണം ലക്ഷ്യമാക്കി വെച്ച ബന്ധിച്ചെടിയിലെല്ലാം മൊട്ട് ആയി വരുന്നതേ ഉള്ളൂ. ഓണത്തിനപ്പം പൂ വിരിയത്തില്ല. ഇതാണ് എൻ്റെ ടെറസിലെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. പിന്നെ ഇത് വെള്ളരിയുടെ പൂവാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഓരോ ഇലയുടെ അടിയിലും മൊട്ടാണ്. പിന്നെ നമ്മുടെ നാടൻ പാഷൻ ഫ്രൂട്ട് ഇടയ്ക്ക് കിടപ്പുണ്ട്. എല്ലാം പറിച്ച് കഴിഞ്ഞ് ഒന്നുകൂടി നോക്കിയപ്പോൾ ഒരാൾ കൂടി ഇതിൻ്റെ ഇലയുടെ എല്ലാം ഇടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവനെ കൂടി ഞാനിങ്ങനെ പറിച്ചെടുത്തു. കുറച്ച് കായകൾ പറിച്ചപ്പോൾ താഴെയും വീണ് പോയിട്ടുണ്ടായിരുന്നു. ഇനി താഴെ ഇറങ്ങിയിട്ട് വേണം ആ കായകളൊക്കെ എടുക്കാൻ. താഴെ വീണ് കിടപ്പുണ്ട്. ഇത് വല്ലാതെ പഴുത്തു പോയി, അതാണ് താഴെ വീണപ്പോൾ അവിഞ്ഞു പോയത്. പിന്നെ പേരയ്ക്കായുണ്ട്. പിന്നെ നമ്മുടെ സാധാ കുഞ്ഞ് പാഷൻ ഫ്രൂട്ട് അതും താഴെ വീണിട്ടുണ്ടായിരുന്നു. അതും പറക്കിയെടുത്തു. പിന്നെ ഇതെല്ലാം നമ്മുടെ നാടൻ പാഷൻ ഫ്രൂട്ട്. ഈ കിടക്കുന്നതെല്ലാം ആകാശവളരിയാണ്, താഴോട്ട് തൂങ്ങി നിൽക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വിളവെടുപ്പ്. അപ്പം വിളവെടുത്ത ക്ഷീണത്തിൽ ഒരെണ്ണം അങ്ങ് കഴിച്ചു നോക്കിയാലോ? പുറത്ത് നല്ല മഴയാണ്. ഞാൻ അകത്തോട്ട് കയറി നിൽക്കാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു തോന്നുന്നു. മഴ കയറി ആ സെക്കൻഡിൽ തന്നെ മഴ നന്നായി തകർത്ത് പെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.